നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നിക്കോട് ഘോഷയാത്രയോടെ വർണ്ണാഭമായ തുടക്കം. 140 പൊതി കഞ്ചാവുമായി പത്തനാപുരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അരിപ്പ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ 3ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളെ മോഷണക്കുറ്റം ചുമത്തി അധ്യാപകർ പീഡിപ്പിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 4 മുതൽ 7 വരെ തീയതികളിൽ ആവണീശ്വരം APPM VHSSലാണ് മത്സരം നടക്കുക. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഡിസംബർ 4, 5, 6, 7 തീയതികളിലായി ആവണീശ്വരം APPM VHSSലാണ് കലോത്സവം നടക്കുക. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്കൂൾ കലോത്സവം ലോകത്തിലെ തന്നെ ബൃഹത്തായ പരിപാടിയാണെന്നും കുട്ടികളിലെ കലാവാസനയെ രക്ഷിതാക്കൾ വളർത്തണമെന്നും MLA പറഞ്ഞു. ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ കലോത്സവത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലോ ലോകത്തെവിടെയും ഇല്ലാത്ത ബൃഹത്തായ ഒരു പരിപാടി എല്ലാ വർഷവും മുടങ്ങാതെ കേരള സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികവ്, കലാരംഗത്തുള്ള സാഹിത്യരംഗത്തുള്ള മികവ് തെളിയിക്കുന്ന മത്സരങ്ങളാണ് നമ്മുടെ കലോത്സവത്തിൽ നടക്കുന്നത്. കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ കലാ മികവ് തെളിയിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു വലിയ കലോത്സവത്തിന്റെ തുടക്കമാണ് ഉപജില്ലയിൽ നിന്ന് ആരംഭിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ തമ്മിലുള്ള മത്സരം വേദിയിൽ നടക്കുമ്പോൾ രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരം ഗ്രീൻ റൂമിൽ നടക്കും. അധ്യാപകരും അവരുടെ ഗുരുക്കന്മാരും കടുത്ത മത്സരത്തിൽ ഏർപ്പെടും. ഇത്തരം മത്സരങ്ങളിലൊന്നും അർത്ഥമില്ല. നമുക്ക് കിട്ടുന്ന ഒരു കലാകാരൻ നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല. ഒരു കലാകാരൻ നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വേദിയും ഒരു കലാകാരൻ നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരവും, ഒരു സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും അഭിനയിക്കാൻ എനിക്ക് കിട്ടുന്ന ഓരോ അവസരവും എന്റെ ജീവിതത്തിലെ ഓരോ അവാർഡുകളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര സമ്മാനം കിട്ടുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രകടനം എത്ര മനോഹരമാണ്, എത്രയും മികവുറ്റതാണ്, ആ പ്രകടനം കണ്ട് എത്ര പേർ ആസ്വദിച്ചു, കൈയടിച്ചു, അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി കാണേണ്ടത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. കുന്നിക്കോട് പച്ചിലവളവ് ഭാഗത്തുനിന്നും ആരംഭിച്ച ഘോഷയാത്ര കുന്നിക്കോട് SI ബിനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അഞ്ച് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 78-ൽ പരം സ്കൂളുകൾ പങ്കെടുക്കും. സംസ്കൃതോത്സവം, അറബി സാഹിത്യോത്സവം, ബാലകലോത്സവം, യുവജനോത്സവം എന്നീ ഇനങ്ങളിലായി 6000-ലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. ഡിസംബർ 7 നടക്കുന്ന സമാപന സമ്മേളനം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്യും. സമ്മാന വിതരണം KN ബാലഗോപാൽ MP നിർവഹിക്കും. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, പുനലൂർ AEO N. സുരേന്ദ്രൻ, K. ഷാജഹാൻ, AP ലത, K. രവീന്ദ്രൻപിള്ള, G. രാജുമോൻ, ബിജു K. മാത്യു, R. പത്മഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. താലൂക്ക് ആശുപത്രിയിൽ പുതുതായി പണി കഴിപ്പിച്ച കാരുണ്യ ഫാർമസി, ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗം, ഡി അഡിക്ഷൻ സെന്റർ, എക്സ്റേ യൂണിറ്റ് എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരുണ്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. വളരെ വേഗത്തിൽ ട്രോമോ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് വേണ്ട ജീവനക്കാരെ നിയമിക്കാൻ മുൻകൈയെടുക്കും. ആശുപത്രിയുടെ സുരക്ഷിതത്വത്തിനും സാമൂഹ്യ വിരുദ്ധ ശല്യം നിയന്ത്രിക്കുന്നതിനുമായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും. കൊല്ലം ജില്ലയിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കൊട്ടാരക്കരയിൽ കാരുണ്യയുടെ 15ാമത്തെ ഫാർമസിയാണ് സ്ഥാപിക്കുന്നത്. 10% മുതൽ 92% വരെ വിലക്കുറവിലാണ് കാരുണ്യ മരുന്ന് ലഭ്യമാക്കുന്നത്. NRHM സ്കീമിൽ ഉൾപ്പെടുത്തി 4 ഡോക്ടർമാരെ കൂടി ആശുപത്രിയിൽ നിയമിക്കുമെന്നും മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. പിന്നെ ട്രോമ കെയർ യൂണിറ്റ് കെട്ടിടം പണി പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ അവിടെ സ്റ്റാഫിനെ നിയമിച്ചാൽ മാത്രമേ അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന ഒരു പ്രപ്പോസൽ സൂപ്രണ്ട് DMO വഴി ഗവൺമെന്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കാൻ നടപടി സ്വീകരിക്കും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ആശുപത്രിക്ക് വേണ്ടുന്ന പല 1.25 കോടി രൂപ PWD അനുവദിച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുമതിൽ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇവിടെ ചില സാമൂഹിക വിരുദ്ധ ശക്തികളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് എന്ന് യോഗത്തിൽ ഉയർന്നു വന്നു. ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ച് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അത് ഇവിടെ നിയമിക്കുന്ന പോലീസിൽ നിയമിക്കുന്ന കാര്യം കൂടെ ഗവൺമെന്റ് പരിശോധിക്കുന്നതാണ്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പ് മുൻകൈയെടുക്കണമെന്നും 2.25 കോടി രൂപ ചിലവിൽ ട്രോമോ കെയർ കെട്ടിടത്തിന്റെ മുകളിൽ സർജിക്കൽ വാർഡ് സ്ഥാപിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. താലൂക്കിലെ 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണം. ജില്ലാ ആശുപത്രിയാക്കി മാറ്റുവാൻ ഏറ്റവും അനുയോജ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ്. കൊട്ടാരക്കര, ചടയമംഗലം, കുന്നത്തൂർ എന്നീ താലൂക്കുകൾ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് കൊട്ടാരക്കരയിലാണെന്നും അതുകൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. ഇനി കൊല്ലം ജില്ലയിലാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരേണ്ടത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നമ്മുടെ ജില്ലാ ആശുപത്രി വിക്ടോറിയ ആശുപത്രിയെ നോഡൽ ആശുപത്രിയായി നിലനിർത്തിക്കൊണ്ട് അനുബന്ധമായി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് നയം. അഡ്വക്കേറ്റ് P. ഐഷാപൂറ്റി MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലീംലാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തല രാഘവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് വടക്കേടത്ത്, DMO K. സരീല, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പ്രീതി ജെയിംസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആരോഗ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 4 മണിക്കൂറത്തെ അധ്യയനം നഷ്ടമായി. കോട്ടുകൽ ഗവൺമെന്റ് UPSലെ വിദ്യാർത്ഥികളാണ് മന്ത്രിക്കായി 4 മണിക്കൂർ കാത്തിരുന്നത്. ആരോഗ്യമന്ത്രിക്കായി വിദ്യാർത്ഥികൾക്ക് നഷ്ടമാക്കേണ്ടി വന്നത് 4 മണിക്കൂറത്തെ അധ്യയനം. കോട്ടുകൽ ഗവൺമെന്റ് UPSലാണ് സംഭവം. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായാണ് വിദ്യാർത്ഥികളുടെ പഠന സമയം 4 മണിക്കൂർ നഷ്ടപ്പെടുത്തിയത്. ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് പ്രവൃത്തി ദിവസം സ്കൂൾ വേദിയായപ്പോഴാണ് വിദ്യാർത്ഥികളുടെ പഠന സമയം നഷ്ടമായത്. രാവിലെ തീരുമാനിച്ച ഉദ്ഘാടന ചടങ്ങ് നടന്നതാകട്ടെ 2 മണിക്ക്. മന്ത്രി എത്താൻ വൈകിയതാണ് ചടങ്ങ് താമസിക്കാനും വിദ്യാർത്ഥികളുടെ പഠന സമയം നഷ്ടമാകാനും കാരണമായത്. ഉച്ചഭാഷിണിയിൽ നിന്നും രാവിലെ മുതൽ സ്കൂളിൽ ഉയർന്നു കേട്ടിരുന്ന ശബ്ദത്തിനൊപ്പം കുട്ടികൾ സ്കൂൾ ഗ്രൌണ്ടിൽ ചരട് പൊട്ടിയ പട്ടം പോലെ പാഞ്ഞപ്പോൾ പുറത്തു പറയാൻ കഴിയാത്ത അമർഷം അധ്യാപകരുടെ മുഖത്തും നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ സ്കൂളിലെത്തി മണിക്കൂറുകളോളം മന്ത്രിക്കു വേണ്ടി കാത്തിരുന്ന സ്ഥലം MLA അധ്യാപകരുടെ മുഖഭാവവും കുട്ടികളുടെ കസർത്തും കണ്ട് നിവർത്തികെട്ട് വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി അല്പം വീട്ടുകാര്യവും നാട്ടുകാര്യവുമൊക്കെ കുട്ടികളായി പങ്കുവച്ച് അരമണിക്കൂറോളം MLA കുട്ടികളെ ചേർത്തു നിർത്തി. അപ്പോഴേക്കും സമയം 2 വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ എത്തിയിരേണ്ട സമയം. അപ്പോഴേക്കും മന്ത്രി എത്തി. ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട സമ്മേളനം കൂടിക്കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് പോകാൻ 1 മണിക്കൂർ ബാക്കി. തിരക്കേറിയ മന്ത്രി സ്കൂളിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ശേഷം ഒരു ദിവസത്തെ അധ്യയനം കുട്ടികൾക്ക് ലഭിച്ചത് 1 മണിക്കൂറാണ്. സ്കൂൾ കെട്ടിടത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ച സംഘാടകരാകട്ടെ ഇത്തരം കാര്യങ്ങൾ ഓർത്തതുമില്ല, കണ്ടതുമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
PDPയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കരയിൽ മനുഷ്യാവകാശ സമ്മേളനം സംഘടിപ്പിച്ചു. PDP സംസ്ഥാന വൈസ് ചെയർമാൻ സുബൈർ സബാവി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി PDP നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായി കൊട്ടാരക്കരയിൽ മനുഷ്യാവകാശ സമ്മേളനവും ജാഥയും സംഘടിപ്പിച്ചു. അബ്ദുൾ നാസർ മദനിക്ക് നീതി ലഭ്യമാക്കുക, UAPA കരിനിയമം റദ്ദു ചെയ്യുക, ബാംഗ്ലൂർ സ്ഫോടനക്കേസ് പുനരന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപരിപാടികൾ നടക്കുന്നത്. പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൌൺ ചുറ്റി കച്ചേരിമുക്കിൽ സമാപിച്ചു. റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും അടിച്ചമർത്തപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിസ്ഥാന. തുടർന്ന് നടന്ന സമ്മേളനം PDP സംസ്ഥാന വൈസ് ചെയർമാൻ സുബൈർ സബാവി ഉദ്ഘാടനം ചെയ്തു. ആരോപണം ഏകദേശം 160ഓളം ആളുകൾ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുകയും ചെയ്ത കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ്, അതിന്റെ സൂത്രധാരകനാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ 9.5 വർഷത്തോളം ജയിലിലടച്ചത്. തമിഴ്നാട്ടിലെ സ്പെഷ്യൽ കോടതിയിൽ വരെ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയുമായി നാം ചെല്ലുകയുണ്ടായി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, 9.5 വർഷത്തിനുള്ളിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുവാൻ നമ്മളുടെ ഇവിടുത്തെ വ്യവസ്ഥിതി അനുവദിച്ചിരുന്നില്ല. 9.5 വർഷത്തോളം ജയിലിൽ കിടന്ന അദ്ദേഹത്തിന് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയത് രാജ്യത്തിന്റെ നീതിപീഠം അദ്ദേഹം തികച്ചും നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. PDP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് തോപ്പിൽ ഷെരീഫ് അധ്യക്ഷനായി. സെക്രട്ടറി സുധീർ വല്ലം, PDP സംസ്ഥാന വൈസ് ചെയർമാൻ UK അബ്ദുൾ റഷീദ് മൌലവി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു കൊട്ടാരക്കര, ജില്ലാ പ്രസിഡന്റ് മൈലക്കാട് ഷാ, അംഗങ്ങളായ റബാബ് മണ്ണടി, ഇക്ബാൽ കാര്യറ, അഡ്വക്കേറ്റ് K സുജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാറും റാലിയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയി ഉദ്ഘാടനം ചെയ്തു. അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. കരുകോൺ ഗവൺമെന്റ് HSSൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിനൊരു നിയന്ത്രണം വരാൻ കുട്ടികളിൽ നിന്ന് തന്നെ ഒരു ബോധവൽക്കരണം നടന്നെങ്കിൽ മാത്രമേ അതിനൊരു പ്രയോജനമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോധവൽക്കരണ റാലിയും ക്ലാസും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സെമിനാറിൽ അലയമൺ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു, ജുമൈലത്ത് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുകോൺ ഗവൺമെന്റ് HSSലെയും അഞ്ചൽ സെന്റ് ജോസഫ് നഴ്സിംഗ് കോളേജിലെയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റാലിയിലും സെമിനാറിലും പങ്കെടുത്തു. സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകരും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. 140 പൊതി കഞ്ചാവുമായി പത്തനാപുരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പത്തനാപുരം ഉടയൻചിറ കുറുമുട്ടത്ത് വീട്ടിൽ പ്രസാദാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പുനലൂർ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 140 പൊതി കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. പത്തനാപുരം ഉടയൻചിറ കുറുമുട്ടത്ത് വീട്ടിൽ പൊടിമോൻ എന്ന് വിളിക്കുന്ന പ്രസാദിനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J താജുദ്ദീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രസാദിന്റെ മാതാവും മുഖ്യ കഞ്ചാവ് ഉൽപ്പന്നക്കാരിയുമായ ദേവയാനി ചികിത്സയ്ക്കായി ആശുപത്രിയിലായതിനാൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. വീടിനുള്ളിൽ സ്റ്റീൽ അലമാരയുടെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. 500 ഗ്രാം കഞ്ചാവ് 10,000 രൂപയ്ക്ക് വാങ്ങി ചെറുപൊതികളാക്കി 50,000 രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തുന്നതായും ഒരു പൊതി 100 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നും സമൂഹത്തിലെ നാനാ തുറകിലുള്ളവർ കഞ്ചാവ് വാങ്ങാറുണ്ടെന്നും ഇതിൽ വിദ്യാർത്ഥികളും ഉണ്ടെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ I നൌഷാദ്, പ്രിവന്റീവ് ഓഫീസർ SR രവി, എക്സൈസ് സിവിൽ ഓഫീസർ Y അനിൽ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. മാങ്കോട് ഉടയൻചിറ എന്ന സ്ഥലത്ത് ദേവയാനി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ കഞ്ചാവ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതായി ഇവർ ലഭിച്ചിരുന്നു. അന്ന് ഞങ്ങൾ മഫ്തിയിലെ ആളവിടെ ചെന്നെങ്കിലും ഇവർ പരിസരങ്ങളിൽ നിരീക്ഷണത്തിന് ആളെ നിർത്തുന്നത് കൊണ്ട് സംശയമുള്ളവർക്ക് നൽകാത്തതിനാൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ വിദ്യാർത്ഥികളുടെ വേഷത്തിൽ ഒരാളെ വിട്ട് ഞങ്ങൾ കൂടെ പോവുകയും കഞ്ചാവ് ആവശ്യപ്പെടുകയും ദേവയാനി വീട്ടിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി മകൻ പ്രസാദ്, 33 വയസ്സുള്ള പ്രസാദ് കഞ്ചാവ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ വെച്ചിരുന്ന ഒരു ഇരുമ്പ് അലമാരയ്ക്കുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടാക്കി അതിനുള്ളിൽ സൂക്ഷിക്കുന്ന കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. പ്രതി 39 വയസ്സുള്ള പ്രതിയെ 1-ാം പ്രതി അറസ്റ്റ് ചെയ്യുകയും ഈ കഞ്ചാവ് വാങ്ങുകയും വിൽപ്പന നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന അവരുടെ അമ്മ ദേവകി എന്ന് വിളിക്കുന്ന
ദേവയാനി രണ്ടാം പ്രതി സ്ഥാനത്ത് ചേർത്ത് 1200 രൂപയും പിടിച്ചെടുത്താണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആവശ്യത്തിനും അനാവശ്യത്തിനും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന KSEB പട്ടാപ്പകൽ തെരുവുവിളക്ക് പ്രകാശിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ചടയമംഗലം ബ്യൂറോയുടെ റിപ്പോർട്ട്. KSEBയുടെ അനാസ്ഥയ്ക്ക് കടക്കലിൽ പുതിയ രൂപമാറ്റങ്ങൾ. മൂലമറ്റം പവർ സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾക്കായി ലോഡ് ഷെഡിംഗിന് പുറമെ വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തി ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന KSEB പകൽ സമയങ്ങളിൽ വഴിവിളക്കുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്നു. അരിപ്പ അമ്മയമ്പലം ക്ഷേത്രത്തിനു സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലെ ലൈറ്റ് ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞതോടെ കത്തി തുടങ്ങിയിരിക്കുന്നു. പകൽ വഴിവിളക്കുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്നതിന് ഒരു നിയന്ത്രണവും KSEB അധികൃതർ സ്വീകരിക്കുന്നില്ല. എന്നാൽ വൈദ്യുത പ്രതിസന്ധിയുടെ പേരിൽ ജനങ്ങളെ ഇരുട്ടിലാക്കാനും അവർ മടിക്കാറില്ല. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാല മോഷണങ്ങൾ പെരുകുന്നു. പോലീസിന്റെ അലംഭാവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. മോഷ്ടാക്കൾ വിലസാൻ തുടങ്ങിയതോടെ കൊട്ടാരക്കര നിവാസികളുടെ ഉറക്കം കെട്ടു. കഴിഞ്ഞ 3 ആഴ്ചയായി പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മോഷണക്കേസുകൾ 10-ലധികം വരും. ഓരോ സ്ഥലങ്ങളിൽ നിന്നും മോഷണക്കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ഭീതിയിലാണ് ജനങ്ങൾ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലുള്ളവർ കടുത്ത ഭീതിയിലാണ്. ചൊവ്വാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായി കൊട്ടാരക്കര, കുളക്കട, പാങ്ങോട് ഭാഗങ്ങളിലായി 3 മോഷണം നടന്നു. 2 ദിവസം മുമ്പാണ് പട്ടാപ്പകൽ വാളകത്ത് ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നത്. അതേ ബൈക്കിൽ തന്നെ മണിക്കൂറുകൾക്കകം ചവറയിലും മാല പൊട്ടിച്ചു. വാളകം കമ്പങ്കോട് മാർത്തോമാ പള്ളിക്ക് സമീപം കുന്നുവിള വീട്ടിൽ എബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് 15 പവനും 5000 രൂപയും കവർന്നത് ഇതിന് തലേ ദിവസമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പുലർച്ചെ ചിരട്ടക്കോണത്തും സമാന രീതിയിൽ മോഷണം നടന്നു. ഷാലു നിവാസിൽ ബിനുവിന്റെ വീട്ടിലെ അടുക്കളവാതിൽ വഴി അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും ബിനുവിന്റെ ഭാര്യ അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമാണ് കവർന്നത്. വെട്ടിക്കവല കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്നും കാണിക്കവഞ്ചി കുത്തി തുറന്നിരുന്നു. വാളകം മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വിലസിയിരുന്ന മോഷ്ടാക്കൾ ഇപ്പോൾ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നാണ് കരുതേണ്ടത്. വാളകം കുരങ്ങാടി ചരുവിള വീട്ടിൽ അനിലിന്റെ വീട്ടിൽ നിന്ന് 2 സ്വർണമാലകളും പാദസരവും ലോക്കറ്റും മോഷണം പോയിരുന്നു. 2 മാസം മുൻപ് വാളകം പെട്രോൾ പമ്പിന് സമീപത്തെ വീട്ടിൽ നിന്നും പണവും അടുത്തുള്ള മൊബൈൽ വിൽപ്പന കടയിൽ നിന്നും മൊബൈൽ ഫോണുകളും മോഷണം പോയിരുന്നു. സമീപത്തുള്ള ടെക്സ്റ്റൈൽസിലും മോഷണം നടന്നിരുന്നു. ചിരട്ടക്കോണത്ത് 6 മാസത്തിനുള്ളിൽ 6 തവണ വീട് കയറി മോഷണം നടന്നിരുന്നു. കഴിഞ്ഞയാഴ്ച കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലും പടിഞ്ഞാറ്റിൻകരയിലും വീട് കയറി മോഷണം നടന്നു. ബുധനാഴ്ച രാത്രി പുലമൺ ജംഗ്ഷനിലെ ബാറ്റയുടെ ഷോറൂമിലും മോഷണം നടന്നു. റൂറൽ SP ഓഫീസ്, DYSP ഓഫീസ്, സർക്കിൾ ഓഫീസ്, ലോക്കൽ സ്റ്റേഷൻ എന്നിവയടക്കം പോലീസിന്റെ ശക്തി കേന്ദ്രത്തിലാണ് മോഷണ പരമ്പരകൾ അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുതിച്ചുയർന്ന പച്ചക്കറി വില കുത്തനെ ഇടിഞ്ഞു. ബീൻസിന് റെക്കോർഡ് വിലയാണ് ഇടിഞ്ഞത്. പൂനെ സവാളയ്ക്ക് 50% വില കുറഞ്ഞു. പച്ചക്കറികളുടെ കുതിച്ചുയർന്ന വില പാടെ ഇടിയുകയാണ്. കിലോയ്ക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ എത്തിയ സവാളയ്ക്ക് വ്യാഴാഴ്ച മാർക്കറ്റിൽ 36 മുതൽ 38 രൂപ വരെയായി കുറഞ്ഞു. പച്ചക്കറികളിൽ അവിശ്വസനീയമാം വിധം വില കുറഞ്ഞത് ബീൻസിനാണ്. കിലോയ്ക്ക് 80 രൂപ വരെ ഉണ്ടായിരുന്ന ബീൻസിന് വ്യാഴാഴ്ച മാർക്കറ്റിൽ 20 രൂപയായി കുറഞ്ഞു. ചെറിയ ഉള്ളിയുടെ വിലയിടിഞ്ഞ് 50 രൂപ വരെ എത്തി. എന്നാൽ നല്ല വലിപ്പവും ഗുണവുമുള്ള ഉള്ളിക്ക് ഇപ്പോഴും 66 രൂപ വരെയുണ്ട്. സമീപകാലത്ത് സവാളയുടേതുപോലെ ചെറിയ ഉള്ളിയുടെ വിലയും 80 രൂപ മുതൽ 90 രൂപ വരെ ഉയർന്നിരുന്നു. നിലവിലെ കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടായില്ലെങ്കിൽ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും വില ഇനിയും കുറയാനാണ് സാധ്യത. ഇടക്കാലത്ത് വരവ് നിലച്ച പൂന സവാള വീണ്ടും മാർക്കറ്റ് കീഴടക്കിയിരിക്കുകയാണ്. ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സവാളയാണിത്. വരവ് നിലച്ച നാളുകളിൽ പൂന സവാളയുടെ വില 100-ന് പുറത്തെത്തിയിരുന്നു. പൂന സവാള സുലഭമായാൽ തമിഴ്നാടിന്റെയും ബാംഗ്ലൂരിന്റെയും സവാളയെ വ്യാപാരികൾ 3-ാം നിരയിലേക്ക് തള്ളും. അതുകൊണ്ട് തമിഴ്നാട്, ബാംഗ്ലൂർ സവാളകളുടെ വില ഇനിയും ഇടിഞ്ഞു താഴുമെന്നാണ് കണക്കുകൂട്ടൽ. ജലാംശം കുറഞ്ഞ പൂന സവാളയോടാണ് ഹോട്ടൽ വ്യാപാരികൾക്ക് പ്രിയം. എണ്ണ കുറച്ചു മതി, വളരെ പെട്ടെന്ന് പാകപ്പെടുത്താനും കഴിയും. കൂടിയ വില കൊടുത്തു വാങ്ങി നേരത്തെ സ്റ്റോക്ക് ചെയ്തിരുന്ന പൂന സവാള ഇപ്പോൾ 50 മുതൽ 55 രൂപ വരെ വില കുറച്ചാണ് വിൽക്കുന്നത്. തക്കാളി വിലയും ഗണ്യമായി കുറഞ്ഞു. 50 രൂപ മുതൽ 60 രൂപ വരെ എത്തിയിരുന്ന തക്കാളിക്ക് വ്യാഴാഴ്ച കിലോയ്ക്ക് 36 രൂപയായി കുറഞ്ഞു. മലക്കറിക്കൊക്കെ ഇപ്പോൾ വില കുറഞ്ഞു. ഇപ്പോൾ സവാളക്കൊക്കെ 1 കിലോ 90 രൂപയായിരുന്നു. ഇപ്പോൾ 1 കിലോയ്ക്ക് 36 രൂപ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സ്വത്തുക്കൾ തട്ടിയെടുത്ത ശേഷം മധ്യവയസ്കരെ സഹോദരന്മാർ കക്കൂസിൽ 3 വർഷം പൂട്ടിയിട്ടു. കോക്കാട്ടാണ് സംഭവം. ലൈവ് വാർത്തയുടെ ഇടപെടലിനെ തുടർന്ന് ഫിലിപ്പോസിനെ മനുഷ്യാവകാശ കമ്മീഷൻ മോചിപ്പിച്ചു.
സ്വത്തുക്കൾ തട്ടിയെടുത്ത ശേഷം സഹോദരനെ കക്കൂസിൽ പൂട്ടിയിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് ഇയാളെ മോചിതനാക്കി. ലൈവ് വാർത്തയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തെയും തുടർന്നാണ് ഫിലിപ്പോസിനെ കക്കൂസിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനെ വിവരമറിയിച്ചു. സഹോദരങ്ങൾ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം മാനസിക രോഗിയായി ചിത്രീകരിച്ച് 3 വർഷമായി കക്കൂസിൽ പൂട്ടിയിട്ടിരുന്ന ഫിലിപ്പോസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ഞായറാഴ്ച ഉച്ചയോടെ മോചിതനാക്കി. സഹോദരന്റെ വീടായ കോക്കാട് കുഴിയത്ത് കിഴക്കേക്കര വീട്ടിലെ കക്കൂസിലാണ് ഫിലിപ്പോസിനെ പൂട്ടിയിട്ടിരുന്നത്. ഫിലിപ്പോസിന്റെ അനുജൻ കുരികേശ് ജോസഫ് എന്നിവർ ചേർന്ന് സ്വത്തുക്കൾ ഇവരുടെ പേരിലും ഇവരുടെ മക്കളുടെ പേരിലും മാറ്റിയെടുക്കുകയായിരുന്നു. ഫിലിപ്പോസിന്റെ കടമുറികളുടെയും 2 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെയും ആധാരങ്ങളാണ് എഴുതി മാറ്റിയത്. ചെറുപ്പത്തിൽ അപസ്മാര രോഗമുണ്ടായിരുന്ന ഫിലിപ്പോസ് വിവാഹിതനായെങ്കിലും ഒരാഴ്ച മാത്രമാണ് ഭാര്യ ഒപ്പമുണ്ടായിരുന്നത്. ഫിലിപ്പോസിന് നിരവധി ചികിത്സ നടത്തിയ ശേഷം തിരുവനന്തപുരം മാനസിക ആരോഗ്യ ആശുപത്രിയിൽ നിന്നും വീര്യമുള്ള മരുന്നുകൾ നൽകി ഇവർ അവശനാക്കിയതായും പരാതിയുണ്ട്. അവശനായ ഫിലിപ്പോസിനെ കക്കൂസിൽ പൂട്ടിയിടുകയും നിരന്തരം മരുന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾ പഴക്കമുള്ള ആഹാര സാധനങ്ങളാണ് ഇയാൾക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ PRO ഹരീന്ദ്രൻ നായരെ ലൈവ് വാർത്ത വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രന് വിവരമറിയിക്കുകയും SP-യുടെ നിർദ്ദേശത്തെ തുടർന്ന് കുന്നിക്കോട് SI ബിനോജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ച് കക്കൂസിൽ നിന്നും ഫിലിപ്പോസിനെ മോചിപ്പിക്കുകയും ചെയ്തു. കുളിമുറിയിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന വിവരം കിട്ടിയതനുസരിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുളിമുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ തുറന്ന് അതിനകത്ത് നോക്കുന്നു. കുളിമുറിയിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അതിനകത്ത് അയാൾ കിടത്തിയിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറയുന്ന അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ അനിയന്റെ മകൻ എഴുതി മേടിച്ചു, നോക്കാമെന്ന് പറഞ്ഞ് എഴുതി മേടിച്ചു എന്നാണ് പറയുന്നത്. അവരൊക്കെ ഒരു മകൻ ഗൾഫിലുമാണ്, ഒരു മകൻ ഓട്ടോക്കാരനുമാണ്. അതിനുശേഷം ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല. പോലീസ് നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ അനിയന്റെയും അനിയന്റെ മക്കളുടെയും സ്വത്ത് എഴുതി മേടിച്ചവരുടെയും അദ്ദേഹത്തിന് ഈ വീട്ടിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് തുടർന്ന് ദിവസവും ചികിത്സയും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ നാളെ കൊണ്ടുപോയിട്ട് മൊത്തം ചെക്കപ്പ് ചെയ്ത ശേഷം തുടർന്ന് നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. തലവാസിയായ വിഷ്ണു ആണ് ഇങ്ങനെ ഒരു പരാതി ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ അറിയിക്കാനും ഇദ്ദേഹത്തിനെ വന്ന് കാണാനും അതിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാനും ഞങ്ങൾക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് വളരെ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ കഴിഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ തലമുറകളോടാണ് നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരുന്നത്. ഇയാളെ സത്യം പറയാൻ ഞാൻ ചോറ് കഴിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് അയാൾ സ്വത്ത് എഴുതി കൊടുത്തു. അയാൾ തന്നെ പറയുന്നുണ്ട് എന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു. സ്വത്ത് ഗൾഫിലുള്ള മോനെ വിളിച്ചിട്ട് ഒരു ജോലിക്കാരനെ ആരെങ്കിലും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഇതൊന്നും ചെയ്തില്ല എങ്കിൽ ഞാൻ കേസെടുക്കും. വസ്തുക്കൾ മൊത്തം തിരിച്ച് എഴുതി കൊടുക്കുകയും ചെയ്യും, അകത്ത് കിടക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അരിപ്പ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ കുട്ടികളെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചതായി പരാതി. മോഷണക്കുറ്റം ചുമത്തി 3ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളെയാണ് അധ്യാപകർ പീഡിപ്പിച്ചത്. ഇതിലൊരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് വിവരം പുറം ലോകം അറിയുന്നത്. അരിപ്പ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ ആദിവാസി കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ച സ്കൂൾ അധികൃതർക്കെതിരെ ആദിവാസികൾ പരാതിയുമായി രംഗത്ത്. ഒരാഴ്ച മുമ്പ് സ്കൂൾ ടീച്ചറുടെ കൈവശമുണ്ടായിരുന്ന 5000 രൂപ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ഒരാഴ്ചയായി ക്ലാസ്സിൽ കയറ്റാതെ ഓഫീസ് മുറിയിൽ ചോദ്യം ചെയ്തു വരികയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു. എന്റെ അടുത്ത് ഈ ശനിയാഴ്ചയാണ് എന്റെ രക്ഷിതാക്കൾ എന്നിട്ട് സാറന്മാരായാലും എന്നെ ഫോൺ വിളിച്ച് പറയുകയോ വീട്ടിൽ വന്ന് പറയുകയോ അങ്ങനെയൊന്നും അറിഞ്ഞില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ ഒപ്പിടാൻ എന്നിട്ട് വരെ ഇത് പറഞ്ഞിട്ടില്ല. ആ പിള്ളേരെ ഇങ്ങനെ അഭിമാനിച്ച് ലാസ്റ്റ് നാട്ടിൽ പോലും ഇറങ്ങി കൊണ്ട് നടക്കാൻ സ്ഥിതിയാണ് പരിപാടി. പിന്നെ ഒരു കാരണവശാലും ഈ പോലീസ് പക്ഷത്തിനായാലും പിന്നെ ടീച്ചർമാരുടെ ഇതിലായാലും ശരി തന്നെ നടക്കാൻ ഈ ജനങ്ങൾ ഈ ആദിവാസി ജനങ്ങൾ സമ്മതിക്കത്തില്ല. അതിന്റെ മുന്നണിയായിട്ട് ഇതിന്റെ എല്ലാ നടപടികളും ഈ സർക്കാരിൽ നിന്നും ഉണ്ടായി ഈ പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ഒരു തന്മനസ്സുണ്ടാകണമെന്നാണ്. ഞായറാഴ്ച കുട്ടികളിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് രക്ഷാകർത്താക്കൾ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. രക്ഷാകർത്താക്കൾ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ സംഘടിച്ചെത്തി സ്കൂൾ ഉപരോധിച്ചു. ടീച്ചറിന്റെ മേലുള്ള പരാതി ഉണ്ടെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ട്രാൻസ്ഫർ എനിക്ക് എഴുതി തരിക. എന്ത് വിഷയം ഉണ്ടെങ്കിലും അങ്ങനെ
കഞ്ഞി കിട്ടിയാൽ മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റാൻ തീരുമാനം. കുട്ടികൾ പണം അപഹരിച്ചില്ലെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ, വാർഡ് മെമ്പർ തുമ്പമൺതൊടി രാജൻ, കടക്കൽ SI N സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും അടുത്ത ദിവസം PTA നേതൃത്വത്തിൽ പൊതുയോഗം വിളിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് സംഘ് BMS കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കരയിൽ ഡിസംബർ 5-ന് സംഘടിപ്പിക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. BMS സംസ്ഥാന സെക്രട്ടറി MK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് സംഘ് കൊല്ലം ജില്ലാ സമ്മേളനം ഡിസംബർ 5-ന് കൊട്ടാരക്കരയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSRTC വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ KST എംപ്ലോയീസ് സംഘിന്റെ കൊട്ടാരക്കരയിൽ വെച്ച് നടത്തുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കഴിഞ്ഞ മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ മാസവും പെൻഷൻ എന്ന് തരുന്നുള്ളതിനെ കുറിച്ച് മാനേജ്മെന്റിന് യാതൊരു ധാരണയും ഇതുവരെയില്ല. പൊതുജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ തുടർന്നാൽ മതി, ആര് വിചാരിച്ചാലും രക്ഷപ്പെടുകയില്ല എന്ന രീതിയിൽ പോയാൽ മതി എന്ന് വിചാരിക്കുന്നതിന് പിന്നിൽ വളരെയധികം ഗൂഢാലോചനയുണ്ട്. ജില്ലയിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള 100ഓളം പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 9 യൂണിയനുകളിൽ നിന്നാണ് പ്രതിനിധികൾ എത്തിച്ചേരുക. രാവിലെ 9:30-ന് നാദൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം BMS സംസ്ഥാന സെക്രട്ടറി NK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശിവരാജൻ അധ്യക്ഷനാകും. തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങളും പരാതികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. 9,000-ഓളം ഒഴിവുകൾ KSRTCയിൽ നികത്താതെ കിടപ്പുണ്ട്. ഇതിന്റെ പരിഹാരമാർഗവും DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ദേശീയ ബോധമുള്ള തൊഴിലാളി, തൊഴിലാളിവൽകൃത വ്യവസായം, വ്യവസായവൽകൃത രാഷ്ട്രം എന്നതാണ് BMSന്റെ മുദ്രാവാക്യം. സംസ്ഥാന സമിതി അംഗം G സുരേഷ് കുമാർ, അംഗങ്ങളായ പെരുങ്കുളം ദിലീപ്, S രാജശേഖരൻ നായർ, G രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. KSRTC ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്ന് പുനലൂരിലേക്കുള്ള വൈകുന്നേരത്തെ സർവീസുകൾ സമയനിഷ്ഠ പാലിക്കുന്നില്ലെന്നാരോപിച്ച് ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ബുധനാഴ്ച പുനലൂരിലേക്കുള്ള സർവീസ് തടഞ്ഞിട്ടു. ആര്യങ്കാവ് പുനലൂർ ഡിപ്പോകളിൽ നിന്ന് പുനലൂരിലേക്ക് വൈകിട്ട് സർവീസ് നടത്തുന്ന 3 ബസ്സുകളാണ് കിഴക്കൻ മേഖലയിൽ പഠിക്കുന്ന പുനലൂരിലെ വിദ്യാർത്ഥികൾക്ക് ആശ്രയം. 4 മണിക്കും 4:10-നും 5 മണിക്കുമായാണ് ഇവ ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെത്തുക. എന്നാൽ ചൊവ്വാഴ്ച 4:10-നും 5-നും സർവീസുകൾ ഇല്ലാതിരുന്നതിനാൽ കുട്ടികൾ വലഞ്ഞു. വിദ്യാർത്ഥിനികൾ അടക്കമുള്ള കുട്ടികൾ 7 മണി കഴിഞ്ഞാണ് വീടുകളിലെത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞത്. സംഭവം ചൂണ്ടിക്കാട്ടി ATOയ്ക്ക് പരാതി നൽകിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നലെ ബസ് സമയത്ത് എത്തിച്ചില്ല. വിദ്യാർത്ഥികളുടെ പകുതിവരും പോയത് 7 മണിക്കും 8 മണിക്കും വീട്ടിലുള്ള. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വയലേലകളും നെൽപ്പാടങ്ങളും അന്യമാകുമ്പോൾ കരഭൂമിയിൽ നെല്ലുപാകി 100 മേനി വിളയിച്ച് ശ്രദ്ധേയനാവുകയാണ് ചേകം സ്വദേശി മധുസൂദനൻ. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. വയലേലകൾ അന്യമാകുമ്പോൾ കരഭൂമിയിൽ നെല്ലുപാകി 100 മേനി വിളയിച്ച് മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ് ഈ യുവ കർഷകൻ. പത്തനാപുരം ചേകം കൊച്ചുവീട്ടിൽ മധുസൂദനൻ നായരാണ് തന്റെ ഭൂമിയിലെ 50 സെന്റ് സ്ഥലം നെൽകൃഷിക്കായി നീക്കിവച്ചത്. തന്റെ കുട്ടിക്കാലത്ത് ഹെക്ടർ കണക്കിന് ഉണ്ടായിരുന്ന അത്തിക്കൽ വയലേല ഇന്ന് കരഭൂമിയായി മറ്റ് വിളകൾ കൈയടക്കിയപ്പോൾ അന്യം നിന്നുപോയ നെൽകൃഷിക്ക് പുനർജനി നൽകുകയായിരുന്നു യുവ കർഷകനായ മധുസൂദനൻ നായർ. കൃഷിസ്ഥലം ഒരുക്കുന്നതിനും നെല്ലുപാകുന്നതിനും വിതയ്ക്കുന്നതിനും മധുസൂദനൻ തന്നെ. സഹായഹസ്തവുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിയത് മധുസൂദനൻ നായർക്ക് കൃഷിയോടുള്ള താൽപര്യം ഏറെയാക്കി. ഉമ ഇനത്തിലെ വിത്തുപാകി മുളപ്പിച്ച് രാസവളങ്ങളോ കീടനാശിനി പ്രയോഗമോ നടത്താതെ ചാണകം, പച്ചിലവളം തുടങ്ങി ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് 100 മേനി നെല്ല് വിളയിച്ചത്. പുതുതലമുറയ്ക്ക് നെൽകൃഷി കാണുന്നതിന് അന്യ സംസ്ഥാനങ്ങളിലോ പഴയകാല സിനിമകളെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും സമീപത്തെ ക്ഷേത്രങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി നെല്ലിനായി ദൂരസ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കാനും കൃത്രിമം കലരാത്ത അരി ലഭിക്കുമെന്നതിലുമാണ് ലാഭനഷ്ടം നോക്കാതെ കരഭൂമിയിൽ നെൽകൃഷി പരീക്ഷിച്ചതെന്ന് കർഷകൻ മധു സാക്ഷ്യപ്പെടുത്തുന്നു. അല്ല, ഇത് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാനല്ല. ഒരു പെട്ടെന്ന് നമുക്കൊരു ദിവസം ഇങ്ങനെ തോന്നി, നാട്ടിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു വിളയായില്ലേ ഇത്. അപ്പം അത് പണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് സുലഭമായി കൃഷി ചെയ്തുകൊണ്ടിരുന്നൊരു
ഒരു ഇതാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം കുട്ടികൾക്ക് കാണാനോ അല്ലെങ്കിൽ നമുക്ക് പോലും പലപ്പോഴും ഇത് കാണാൻ പോലും ദൂരയാത്രയിലൊക്കെ സഞ്ചരിക്കുമ്പം വല്ല വയലുകളൊക്കെ കണ്ടിട്ടുള്ള, അല്ലാതെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായവും കുറെ ഒരു 10-25 വർഷമായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നി ഇതൊന്ന് ചെയ്താൽ നല്ലൊരു കൃഷിയോ നല്ല കൃഷിയല്ലയോ, കൃഷിയുമാണ്. പിന്നെ അതുപോലെ നല്ല വിളവ് കിട്ടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഈ പ്രാവശ്യം നല്ല രീതിയിലൊരു വിളവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉമയെന്നും പറഞ്ഞൊരു വിത്താണ് നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചെയ്തത്. എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു വിളവൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെയുള്ളൂ. അല്ലാതെ പിന്നെ നമ്മുടെ അതുപോലെ തന്നെ വലിയൊരു കാര്യം, ക്ഷേത്രങ്ങളൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ നെല്ലിന് വേണ്ടി നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവരേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തി മറ്റുള്ളവരോടെ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചൊക്കെ കൃഷികളൊക്കെ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് കാണാനും നാളെ ഇത് നല്ലൊരു വിളവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ലൊരു ആദായമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത ആഴ്ച നാട്ടുകാർ ചേർന്ന് വിളഞ്ഞ നെൽമണികൾ ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നെൽകൃഷി കൂടാതെ വാഴ, ചേന, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയും രാസവള പ്രയോഗം നടത്താതെ ജൈവവളത്തിലൂടെ മധുവിന്റെ 2 ഏക്കർ സ്ഥലത്ത് വിളയുന്നുണ്ട്. നെൽകൃഷിയെപ്പറ്റി അടുത്തറിയുന്നതിനും നെൽമണികൾ കാണുന്നതിനുമായി സ്കൂൾ കുട്ടികൾ അടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചടയമംഗലം സബ് ജില്ലാ കലോത്സവം 2ാം ദിവസത്തിലേക്ക് LP, UP, HS വിഭാഗങ്ങളിലെ നൃത്ത മത്സരങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ചടയമംഗലം സബ് ജില്ലാ കലോത്സവം 2ാം ദിവസത്തിലേക്ക് സബ് ജില്ലയിലെ 55ഓളം സ്കൂളുകളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിവസമായ ചൊവ്വാഴ്ച നൃത്തപരിപാടികൾ അരങ്ങേറി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലായി LP, UP, HS വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നൃത്തവേദികളുടെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക് ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുന്നിക്കോട് ഘോഷയാത്രയോടെ വർണ്ണാഭമായ തുടക്കം. 140 പൊതി കഞ്ചാവുമായി പത്തനാപുരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അരിപ്പ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ 3ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളെ മോഷണക്കുറ്റം ചുമത്തി അധ്യാപകർ പീഡിപ്പിക്കുന്നതായി പരാതി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.